ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കപ്പൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ചക്കപ്പൊരി ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ വീട്ടിൽ ചക്കയൊക്കെ ഉള്ളവർ ഇതുപോലെ ചക്കപ്പൊരി ഒന്ന് റെഡിയാക്കി നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ ചക്കപ്പൊരിനെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കാം. അപ്പോൾ വീട്ടിൽ ചക്കയുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പം നമ്മൾ ചക്കപ്പൊരിക്ക് എടുക്കുമ്പോൾ പച്ച ചക്കനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിതുപോലെ ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ചക്കച്ചോളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുരുവും എല്ലാം കളഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ചക്കപ്പൊരി റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓരോ ചക്കച്ചോളയും എടുത്തിട്ട് ഇതുപോലെ 2 തലഭാഗം കട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കി കളയാം. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ചക്കച്ചോള ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ട, നല്ല കട്ടിയില്ലാതെയും വേണ്ട, ഒരു മീഡിയം സൈസിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ആ 2 തലഭാഗവും കട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് നമുക്ക് ചക്ക കൂട്ടാനൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്കത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ചക്കച്ചോളം മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ കട്ടിയിലും അല്ല, നല്ല കട്ടിയില്ലാതെ അല്ല. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസിലാണ് നമ്മൾ ചക്കപ്പൊരിക്ക് വേണ്ടിയിട്ട് ചക്ക കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ചക്ക പൊരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ ചക്ക അതുപോലെ മീഡിയം തീയിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ചക്കപ്പൊരിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമല്ല, മഞ്ഞ കളർ വേണമെന്നുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് കലക്കിയിട്ട് നമുക്കൊരു സ്പൂണ് നമ്മുടെ ഉപ്പ് വെള്ളം ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ റെഡിയാക്കിയിട്ട് നോക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ചക്കപ്പൊരിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഉപ്പ് ഇതുവരെ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള ചക്കയും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചക്കയും കൂടെ ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അതുപോലെ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ചക്കപ്പൊരിക്ക് ഞാൻ ഇതുപോലെ ആ ചൂടോടുക്കനെ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് പൊടി അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ വെതറി കൊടുത്തിട്ട് ഇതുപോലെ കുടഞ്ഞെടുത്താൽ മതി. എന്നാലും നമുക്ക് നമ്മുടെ ചക്കപ്പൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ ആ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ആ ചൂടോടുക്കനെ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മറ്റേതും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കപ്പൊരി മുഴുവനായിട്ടും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതുപോലെ പൊട്ടിച്ച് നോക്കിയാൽ നല്ലതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ പൊട്ടിച്ചെടുക്കുമ്പോൾ ആ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ചക്കപ്പൊരി നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ എയറൊന്നും കിടക്കാത്ത നല്ലൊരു കുപ്പിയിലിട്ടിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഇത് നല്ല ക്രിസ്പി തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.